തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ്സിനിടയിൽപ്പെട്ട് മരിച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം മടവൂർ ഗവൺമെന്റ് LPSൽ എത്തിച്ചു. പൊതുദർശനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, വളരെ വേദനാജനകമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും ഗൗതം, വളരെ ദുഃഖകരമായ സംഭവമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇതേ സമയം ഈ സ്കൂളിലുണ്ടായിരുന്ന കുട്ടിയാണ് കൃഷ്ണേന്ദു. ആ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ഇതേ സ്കൂളിൽ ഇവിടുത്തെ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ സ്കൂൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുന്ന തൊട്ടടുത്താണ് വീടിൻ്റെ സമീപത്ത് വെച്ച് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെ ഇത്തരത്തിൽ കേബിളിൽ കാൽ കുടുങ്ങുകയും അതിനുശേഷം ഈ ബസ്സിനടിയിൽ പെടുകയും ചെയ്തു, മരണപ്പെട്ടു. അതിനുശേഷം വളരെ ദുഃഖകരമായ സംഭവമാണ്. കാരണം ഈ കൃഷ്ണേന്ദു പഠിച്ചിരുന്ന സ്കൂളിൽ ഇപ്പോൾ മൃതദേഹം പൊതുദർശനത്തിൽ വച്ചിരിക്കുന്നു. അധ്യാപകരും കൂടെ പഠിച്ച വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കം ഈ മൃതദേഹം കാണുന്നതിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. തൊട്ടടുത്ത് തന്നെയാണ്, മടവൂര് തന്നെയാണ് കൃഷ്ണേന്ദുവിൻ്റെ വീട്. ഇപ്പോൾ വീട്ടിൽ എത്തിയതിനു ശേഷം ഒരു കുറച്ച് സമയം അവിടെയും പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നതിന് ശേഷം കൃഷ്ണേന്ദുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ പൂർത്തിയാക്കി മൃതദേഹം ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയും അതിനുശേഷമാണ് മൃതദേഹം ഇപ്പോൾ ഈ മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിരവധി നാട്ടുകാരും വിദ്യാർത്ഥികളും അടക്കം ഇവിടെ എത്തുന്നുണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി. അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഗൗതം, തിരുവനന്തപുരത്ത് നിന്നും ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്. വളരെ വേദനയിലാണ് ഒരു നാട് മുഴുവൻ ഇപ്പോൾ കൃഷ്ണേന്ദുവിനെ ഓർമ്മിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ചന്തുവാണ്.